പത്മജ വേണുഗോപാൽ ഇപ്പോൾ നമ്മളൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി പത്മജ, വലിയ തരത്തിലുള്ള ഒരു ആരോപണം, ഒരുപാട് പരിചയം ഉണ്ടാകുമല്ലോ ശ്രീമി റോസ്ബൽ ജോണിനെ. അവരുടെ വാക്കുകൾ ശ്രദ്ധിച്ചിരുന്നു, അഭിമുഖം കണ്ടിരുന്നു? ഞാൻ കണ്ടിരുന്നു. അത് കൂടാണ്ട് സിമി എന്റെ അടുത്ത് അല്ലെങ്കിലും വിളിച്ച് എപ്പോഴും സങ്കടം പറയായിരുന്നു ഞാൻ കോൺഗ്രസിലുണ്ടായിരുന്നപ്പോഴേ. അപ്പൊ ഞാൻ പറയും സമാധാനിക്കുക, അല്ലാണ്ട് ഇപ്പൊ എനിക്ക് എന്താ ചെയ്യാൻ പറ്റും, എന്റെ സ്ഥിതി തന്നെ കണ്ടില്ലേ. അപ്പൊ എപ്പോഴും പറയോ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇനി ചേച്ചി പോയിട്ട് നമ്മളൊക്കെ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചിട്ട് വലിയ, കാരണം അന്നേ അച്ഛനൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ കുടുംബമായിട്ട് നല്ല അടുപ്പുള്ള ഒരു കുട്ടിയാണേ. പിന്നെ നല്ലൊരു പ്രവർത്തകയാണ്. നിന്ന് എന്താ പറയണ്ടേ, ഏതിനു വേണമെങ്കിലും KSയും യൂത്തും എല്ലാം കഴിഞ്ഞ് എന്താ പറയാ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു. അതിനെന്തോ എല്ലാവരും കൂടി അങ്ങ് ഒതുക്കി ആദ്യം തന്നെ. അപ്പൊ ആ കുട്ടിക്ക് സങ്കടം വന്നതിൽ തെറ്റും. ഞാനിതൊന്നും പറയാത്ത ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്. ഞാൻ കാര്യങ്ങൾ ചോദിച്ചോട്ടെ, എടുത്തെടുത്ത് ചോദിച്ചോട്ടെ ശ്രീ പത്മജ വേണുഗോപാൽ. അതായത് മോഡലുള്ള ഈ അല്ലെങ്കിൽ ചൂഷണം അത് ഉണ്ടോ ഈ കോൺഗ്രസ് സംഘടനയിൽ? കോൺഗ്രസില് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒന്നും ആരുടെയും ഒരു കാര്യം എടുത്ത് പറയാൻ, അല്ലെങ്കിൽ എനിക്ക് ഞാൻ പോകുമ്പോ പറയായിരുന്നല്ലോ, ഈ സിമി പറഞ്ഞ ഓരോ വാക്കും ശരിയാണ്. അത് മാത്രമാണ് ഞാൻ ഇതിൽ പറയണത്. അപ്പൊ പിന്നെ ഓരോന്നെടുത്ത് ചോദിക്കേണ്ട കാര്യമില്ല. അതായത് കാസ്റ്റിംഗ് കൗച്ചിങ് പോലുള്ള ചൂഷണം നേരിടുന്നുണ്ട് പല പ്രവർത്തകരും. അല്ല, അങ്ങനെ ഞാൻ പറയില്ല. കാരണം ഞാൻ കേട്ടിട്ടുണ്ട് അല്ലാണ്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. നമുക്കൊക്കെ ഞാനിപ്പോ വന്നിട്ട് ഇത്ര കാലമായില്ലേ, എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. കാരണം വേറെ ഒന്നുമല്ല, എന്റെ അച്ഛന്റെ പേരിലാണ് ഞാൻ അറിയപ്പെടുന്നതും. അതുകൊണ്ട് എന്താ പറയണ്ട, അച്ഛന്റെ ശിഷ്യന്മാരായിട്ട് വളർന്നവരാണ് പലരും. അതുകൊണ്ട് എനിക്കങ്ങനെ, പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഒരു സന്ദർഭങ്ങളിൽ ഞാൻ പോയി പെടാറുമില്ല. അങ്ങനത്തെ ഒരു സമയമാകുമ്പോ ഞാൻ അങ്ങ് വീട്ടിലേക്ക് പോവാറാണ് പതിവ്. പക്ഷെ ഞാൻ കുറെ കേട്ടിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ. വ്യക്തിപരമായിട്ടാവില്ല, പക്ഷേ എങ്കിൽ പോലും അന്ന് കൂടെ പ്രവർത്തിച്ചിരുന്ന വനിതാ നേതാക്കൾ, വനിതാ പ്രവർത്തകർ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് താങ്കളോട്? ഉണ്ട്, ഇഷ്ടംമാരി പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടംമാരി ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും പുറത്തു പറയാൻ ആഗ്രഹിക്കാത്ത എന്താന്ന് വെച്ചാല്, കാരണം ഈ പറഞ്ഞ മാതിരി സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം അവസാനിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം അതിപ്പോ സിനിമാ മേഖലയിൽ മാത്രമല്ല, എല്ലാ സ്ഥലത്തും ഇത് നടക്കുന്നുണ്ട്. പലരും പേടിച്ച് പറയില്ല, ചിലവര് പറയും. അപ്പൊ അവരെ സമൂഹത്തിന്റെ മുമ്പിൽ സ്ത്രീകളെ മോശമാക്കി കാണും. പിന്നെ ആരാ പറയാ, തുറന്ന് പറയാൻ ആര് ധൈര്യപ്പെടും? മറ്റൊന്ന് ഈ പവർ ഗ്രൂപ്പിന്റെ കാര്യമാണ്. ഈ പവർ ഗ്രൂപ്പ് എന്നുള്ള സംഭവം അത് നിലനിൽക്കുന്നുണ്ട്. VD സതീശൻ ഉൾപ്പെട്ട പവർ ഗ്രൂപ്പ് എന്ന് സിമി റോസ്ബൽ ജോൺ പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു വ്യക്തിയുടെയും പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും പവർ ഗ്രൂപ്പുകളുണ്ട്. പവർ ഗ്രൂപ്പ് മാത്രമല്ല, പവർ ഗ്രൂപ്പുകളാണ് ഇപ്പോ. പണ്ടൊക്കെ പവർ എന്താ പറയാ അധികം അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഓരോരുത്തർക്കും പവർ ഗ്രൂപ്പാണ്. അവരോട് മിണ്ടിയ പ്രശ്നം, മറ്റവരോട് മിണ്ടിയ പ്രശ്നം, മറ്റേ ആർക്കാണ് അധികാരമുള്ളത് അവരാണ് ഈ പവർ ഗ്രൂപ്പിന്റെ ആളുകളായിട്ട് നിൽക്കുക. അപ്പൊ അവരുടെ അടുത്ത് പോയി വണങ്ങി നിന്നില്ലെങ്കിൽ, വായ പൊത്തി നിന്നില്ലെങ്കിൽ ആർക്കും അത് എന്തിനാ പുരുഷന്മാർക്കും രക്ഷയൊന്നുമില്ല. അവരും ഈ പറഞ്ഞ മാതിരി മണിയടിച്ചിട്ടും അല്ലെങ്കിൽ അവരെ പോയി കാല് പിടിച്ചിട്ടാണ് പലരും പലതും നേടുന്നത്. ഈ വനിതകൾക്ക് ലിംഗവിവേചനം നേരിടുന്നുണ്ടോ? അല്ല, ഇപ്പൊ പാർട്ടിക്ക് ഉണ്ടായ ഒരു ഇത് എന്താന്ന് വെച്ചാല്, പണ്ടൊക്കെ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്ക് അംഗീകാരം പറഞ്ഞ മാതിരി ലീലാ ദാമോദര മേനോനെ തുടങ്ങിയുള്ള നല്ല മഹത് വ്യക്തികളൊക്കെ ഉണ്ടായിരുന്ന ഇതായിരുന്നു ഈ പ്രസ്ഥാനം. അവിടെ ഇപ്പോഴും നല്ലോണം പണിയെടുക്കണ ഷാനിമോൾ ഉസ്മാൻ ഉണ്ട്, ബിന്ദു കൃഷ്ണ ഉണ്ട്. അവരൊക്കെ നന്നായിട്ട് പണിയെടുക്കും. അവര് രണ്ടുപേരുടെ പേരും മാത്രം, പക്ഷെ അവർക്കൊന്നും എന്താ കിട്ടണത്? അവര് നിന്ന് അവരെ തോൽപ്പിക്കും. ഷാനിമോൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഉപതെരഞ്ഞെടുപ്പിനെങ്കിലും ജയിക്കാൻ പറ്റി. ഏത് വനിതയാണ് ജയിച്ചു വരുന്നത് ഇവിടെ? കാരണം സീറ്റ് പേരിന് കൊടുക്കും, എന്നിട്ട് അവരെല്ലാവരും കൂടി കൂട്ടം കൂടി തോൽപ്പിക്കും. പിന്നെ ഒരു ലിസ്റ്റിൽ ഒരു പെണ്ണിന്റെ പേര് വന്ന അവരിരുന്ന് സംസാരിക്കണ ഞാൻ കേട്ടിട്ടുണ്ട്. പുച്ഛത്തോട് കൂടിയിട്ടാണ് ഒരു സ്ത്രീനെ പറ്റി സംസാരിക്കുക. അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞില്ല, അതൊക്കെ എനിക്കൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ എന്നെയൊക്കെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു അവിടെ. വേറൊരു രീതിയിലല്ലെങ്കിലും രാഷ്ട്രീയപരമായിട്ടും അല്ലാണ്ടും അപമാനിച്ച്, അങ്ങനെ ശരിക്കും അപമാനിച്ചിട്ടാണ് എന്നെ പാർട്ടിയിൽ നിന്ന് വിട്ടത്. സിമി റോസ്ബൽ ജോൺ പറഞ്ഞ ഒരു കാര്യം, അതായത് ഈ ഇപ്പോ താങ്കൾ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ടല്ലോ, ഈ വളഞ്ഞിട്ട് ആക്രമിക്കുക, മുതിർന്ന വനിതാ നേതാക്കളെ പരിഹസിക്കുക, അതായത് യോഗങ്ങളിലൊക്കെ വരുമ്പോൾ പരിഹസിക്കുന്ന സാഹചര്യം. ഈ പ്രത്യേകിച്ചും റോസക്കുട്ടി ടീച്ചറുടെ പേരെടുത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും മുതിർന്ന ഒരു നേതാവിനെയൊക്കെ ഇങ്ങനെ ഒരു മീറ്റിംഗിൽ അതൊരു ബഹുമാനം നൽകിയില്ല എങ്കിൽ പോലും പരിഹസിക്കേണ്ട സാഹചര്യം, അതൊക്കെ ഉണ്ടോ? അതാണ്
അവരൊക്കെ എന്ന് പറഞ്ഞാൽ അതും വയനാട്ടിന്റെ ഉൾഭാഗങ്ങളിൽ നിന്ന് തിരുവനന്തപുരത്തേക്കൊക്കെ വരും, അവരെല്ലാ മീറ്റിങ്ങിനും വരും വണ്ടിയും പിടിച്ച്. ചിലപ്പോ ഒക്കെ വന്നിട്ട് വല്ല സ്ഥലത്ത് വേണം അവർ ഡ്രസ്സ് മാറാനൊക്കെ. അവർക്കൊന്നും താമസിക്കാനൊന്നും സ്ഥലങ്ങളില്ല. അവർക്ക് പരിചയക്കാരോ ബന്ധുക്കാരോ അവിടെ വന്ന് കുളിച്ച് ഡ്രസ്സ് ചെയ്ത് അങ്ങനെ ഓടി ഓഫീസിലേക്ക് വരുന്ന കാണാം. ആണുങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു സ്വാതന്ത്ര്യം ഇതും പെണ്ണുങ്ങൾക്ക് ഇല്ലല്ലോ. ഏതെങ്കിലും വീട്ടിൽ കയറി ചെല്ലാൻ പറ്റുമോ? അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് അവര് ജോലി ചെയ്ത ആൾക്കാരൊക്കെ അപമാനിക്കരുത്. അറ്റ്ലീസ്റ്റ് ഞാൻ പറയണത് ഒരു സാധനവും കൊടുക്കണ്ട, പക്ഷെ ഒരുമാതിരി കളിയാക്കുന്ന കാണുമ്പോണ്ടല്ലോ. അപ്പൊ ഞാനൊരു പെണ്ണല്ലേ, എനിക്കത് കേൾക്കുമ്പോ എനിക്ക് വിഷമം തോന്നും. അപ്പൊ ഞാനില്ലാത്തപ്പോ എന്നെ പറ്റിയത് തന്നെ പറയില്ലേ ഇവരൊക്കെ? അത് നിക്കാൻ പെണ്ണുങ്ങൾക്ക് കോൺഗ്രസിൽ നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ സിമി റോസ്ബെൽ ജോൺ മറ്റൊരു കാര്യം, ഈ പ്രവർത്തന പരിചയം, ഞാൻ ആരുടെ പേരെടുത്ത് പറയുന്നില്ല, താങ്കൾ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എറണാകുളത്തെ MP ഉൾപ്പെടെയാണ് പേര് പറഞ്ഞത് അവർ. എങ്കിൽ പോലും ഈ പ്രവർത്തന പരിചയത്തിൽ വളരെ താഴെയുള്ള ആളുകൾ വളരെ പെട്ടെന്ന് കയറി വരുന്നു. ഇത്രയും നാൾ ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ചു, സിമി റോസ്ബെൽ ജോൺ KSU മുതൽ കോളേജ് തലത്തിൽ മുതൽ പ്രവർത്തിച്ച് അത് വീണ്ടും അങ്ങനെ ഉയർന്ന തലത്തിലേക്ക് ദേശീയ തലത്തിലേക്ക് എത്തിയതാണ്. അത്തരമൊരു നേതാവിനെ ഇങ്ങനെ ഒതുക്കുക, വെട്ടിനിർത്തുക, ചവിട്ടിക്കൂട്ടുക എന്നുള്ള മട്ടിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ടെങ്കിൽ അതിൽ എന്താണ് ആ സംഘടനയിൽ നടക്കുന്ന ജനാധിപത്യം? അല്ല, എനിക്ക് തോന്നുന്നത് ആ കുട്ടിയൊക്കെ ഒരു മീറ്റിങ്ങിന് പോലും ആ കുട്ടീനെ വിളിക്കില്ല. അറ്റ്ലീസ്റ്റ് ഒരു മുൻ ACC ചെയ്തെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ടെങ്കിലും ആ കുട്ടീനെ, ഇത്രയും കഷ്ടപ്പെട്ട ഒരു കുട്ടീനെ ഒരു മീറ്റിങ്ങിന് ഒരു സ്ഥാനം കൊടുക്കണ്ട. സ്ഥാനം സ്റ്റേജിൽ പെണ്ണുങ്ങൾക്ക് പൊതുവെ സ്ഥാനം വളരെ കുറവേ കിട്ടുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരു മുമ്പിലിരിക്കാനുള്ള ഒരു ഇതെങ്കിലും കൊടുക്കണ്ട. അപ്പൊ ഞാൻ ഏതെങ്കിലും മീറ്റിംഗ് കണ്ട സിമിനെ വിളിച്ച് ചോദിക്കാറുണ്ട്, സിമി മീറ്റിങ്ങിന് എന്റെ ചേച്ചി എന്നെ ഞാൻ അറിഞ്ഞു പോലില്ല, അപ്പൊ ചേച്ചി പറയുമ്പോഴേ അറിയണേന്ന് പറയും. അതൊക്കെ എന്തൊരു മോശമായിട്ടുള്ള പ്രവണതയാണ്. ഇതിപ്പോ സിമി മാത്രമേ, എല്ലാവരുടെ മനസ്സിലുണ്ട് ഈ കാര്യങ്ങൾ, വനിതകളുടെ അല്ല, ഈ ഇവരെ മണിയടിച്ച് കിട്ടിയ കുറെ വനിതകളുണ്ട്, അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടാ. കാരണം അവർക്ക് ഈ പറഞ്ഞ മാതിരി ഇപ്പൊ സാമ്പത്തികം ഇതൊക്കെയാണ് പ്രധാന കാര്യം. അതില് ആരുടെ കയ്യിലും പൈസ ഉണ്ടോ അവരൊക്കെ നല്ല പോസ്റ്റിലെത്തും. അവർക്ക് പ്രവർത്തന പരിചയം വേണ്ട, ഒന്നും വേണ്ട. ഞാനിപ്പോ എന്താ പറയണ്ടേ, ജെബി മേത്തറുടെ കാര്യം പറഞ്ഞത് അത് ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാല്, അതിന് പകരം വന്ന പേര് ഷാനിമോൾ ഉസ്മാന്റെയാണ്. അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ ആർക്കും ഒരു എതിർപ്പുണ്ടാവില്ലായിരുന്നു. അവരെത്രയോ കാലമായിട്ട് എന്താ പറയണ്ട, വീടും കുടുംബം നോക്കാണ്ട് ഓടി നടക്കണ. അപ്പൊ ഇനിയിപ്പോ ജാതിയുടെ പേരിലാണ് കൊടുത്തെങ്കിൽ അതും അവർക്ക് അനുകൂലല്ലേ? അതൊക്കെ വന്നിരുന്നെങ്കിൽ ആരും ഈ കുറ്റപ്പെടുത്തൽ ഉണ്ടാവില്ല. പെട്ടെന്നൊരു ദിവസം വന്ന് പെട്ടെന്നൊരു ദിവസം ഇതാവുക, പെട്ടെന്നൊരു MP ആവുക, പെട്ടെന്നൊരു ദിവസം മഹിളാ കോൺഗ്രസിന്റെ, പെട്ടെന്നൊരു ദിവസം യൂത്ത് കോൺഗ്രസിന്റെ, മറ്റേ അഖിലേന്ത്യാ തലത്തിൽ, ഇത് എന്താ എല്ലാം കൂടി ഒരാൾക്ക് മതിയാ? ഇത് മൂന്നായിട്ട് ഭാഗിച്ചു വെച്ചാൽ 3 പെണ്ണുങ്ങളെങ്കിലും നിൽക്കില്ലേ പാർട്ടിയില്? അപ്പൊ അതൊക്കെ വലിയ കഷ്ടമാണ്. എനിക്കിപ്പോ ജെബി മേത്തറോട് പേഴ്സണലി എനിക്ക് ഒരു ദേഷ്യവും ഇല്ല. അപ്പൊ ഈ ഗുഡ് ബുക്സിൽ ഇടപെടിക്കണമെങ്കിൽ സാമ്പത്തികം പ്രധാനമാണല്ലേ? സാമ്പത്തികം ഭയങ്കര പ്രധാനമാണ്. കാരണം ഇപ്പൊ അതായത് പേയ്മെന്റ് ആണോ ഈ ഇങ്ങനെ പിന്നെ നല്ല സ്ഥാനമാനം കിട്ടണമെങ്കിൽ? അതിലേക്ക് ഒന്നും ഞാൻ കിടക്കണില്ല. പേയ്മെന്റ് ആണോ എന്താണ്, നിങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകരാണ്, നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം. ഇപ്പൊ ചിലപ്പോ ഈ പറഞ്ഞ മാതിരി സാധാരണ ഒരു സംസ്ഥാന പ്രസിഡന്റിന് ജെബിയുടെ മാതിരി പ്രവർത്തിക്കാൻ പറ്റില്ല. ജെബി സാമ്പത്തികമായിട്ട് നല്ല സ്ഥിതിയുള്ള ഒരു കുട്ടിയാണ്. പക്ഷെ അതേമാതിരി ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്ത് അവരെ ഓരോരുത്തരുടെ മുമ്പിൽ ഇരുന്നിട്ടാണ് ഓരോ മീറ്റിങ്ങുകൾ നടത്തുന്നത്. അപ്പൊ അവർക്കില്ലാത്ത ഒരു പ്രത്യേകത എന്താണ് ഇവർക്ക്? ഈ ഷാനിമോൾ ഉസ്മാന്റെ കാര്യം സൂചിപ്പിച്ചു, ഒരുപാട് തവണ മത്സരിച്ചു, ഒരുപാട് പ്രവർത്തിച്ചു, പക്ഷേ അവർക്കുമൊക്കെ മുകളിലായിട്ട് ജെബി മേത്തർ വരുന്ന ഒരു സാഹചര്യം എന്തായിരിക്കാം? അതിന്റെ കാരണം എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഈ സാമ്പത്തികം മാത്രം? അതിപ്പോ ഞാൻ പറഞ്ഞ പലതും വരും, നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കും എന്താ കാരണം എന്നുള്ളത്. കാരണം എല്ലാ സ്ത്രീകൾക്കും വിഷമം തോന്നുന്ന ഒരു കാര്യമാണ് ഇങ്ങനത്തെ കാര്യത്തിൽ. അപ്പൊ ആരും പ്രവർത്തിക്കാൻ തയ്യാറാവണില്ലേ? അപ്പൊ ഇപ്പൊ ഇന്നലെ തന്നെ ഒരു ചാനലിൽ അത് ഞാൻ പേര് പറയില്ല, ചാനലിൽ ഇരുന്നിട്ട് ഒരു സ്ത്രീ സംസാരിക്കുകയാണ് കോൺഗ്രസിന് വേണ്ടി ഘോരഘോരം. അതായത് 3 കൊല്ലായിട്ടുള്ളൂ ഇതിൽ വന്നിട്ട്, കോൺഗ്രസ് വക്താവാണ് അത്ര. 3 കൊല്ലായിട്ടുള്ളൂ. കോൺഗ്രസ് ആയിരിക്കാം അവർ ജനിച്ചപ്പോ, അവരുടെ ഫാമിലി അതായിരിക്കാം, പക്ഷെ അവര് പുറത്തെവിടെയോ ആയിരുന്നു. എന്നിട്ട് വന്ന 6 മാസത്തിനുള്ളിൽ അവർ ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ചു. അത് കഴിഞ്ഞ് ഇനി കിട്ടാത്ത പോസ്റ്റ് ഒന്നും ഇല്ല. എന്നിട്ട് അവരെയാണ് കോൺഗ്രസിന്റെ വക്താവായിട്ട് കൊണ്ടിരുത്തുന്നത്. അവരൊക്കെ രാഷ്ട്രീയ ബോധം പറയുമ്പോണ്ടല്ലോ, സത്യം പറഞ്ഞാല് എനിക്ക് ഇന്നലെ TV കണ്ടിട്ട് കരയണോ ചിരിക്കണോ, കോൺഗ്രസിന്റെ ഗതികേട് ഇങ്ങനെയായി പോയോന്ന് എനിക്ക് തോന്നി. ഈ ഷാനിമോൾ ഉസ്മാന്റെയും ജെബി മേത്തറിന്റെ കാര്യം ഒക്കെ സംസാരിച്ചപ്പോൾ അപ്പോൾ ഈ സാധാരണ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ടാകുന്ന ഒരു അമർഷം ഉണ്ടാകുമല്ലോ, അതൊക്കെ ഈ പാർട്ടി വേദികൾ ഉയരുന്നില്ലേ? പാർട്ടി വേദികളിൽ സ്ത്രീകൾ എണീറ്റ് നിന്നാൽ ഇങ്ങനെ എന്താ പറയണ്ടേ, അവിടെ ഇരിക്കും എന്നുള്ള രീതിയിലാ പറയാ.
അതായത് പെണ്ണുങ്ങളൊന്നും വായ തുറക്കാൻ അവർ അർഹരല്ല, ആണുങ്ങൾ മാത്രം സംസാരിക്കും. ഒരു പെണ്ണാണ് ഒരു മീറ്റിംഗിൽ സംസാരിക്കുക, പെണ്ണിനെ സംസാരിപ്പിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അത് മിക്കപ്പോഴും ഈ പറഞ്ഞ മാതിരി അവിടെയും ഷാനിമോളാണ് സംസാരിക്കുക. അതുകൊണ്ട് അവര് പലരുടെയും കണ്ണിലെ കരടായിട്ടുണ്ട്, എനിക്കറിയാം. പക്ഷെ ഈ ഒറ്റാള് സംസാരിച്ച ഒരു 50 പുരുഷന്മാര് സംസാരിക്കുമ്പോ ഒരു പെണ്ണിനാണോ സംസാരിക്കാൻ ചാൻസ് കൊടുക്കേണ്ടത്? അപ്പൊ ഒരു പുരുഷാധിപത്യത്തിന്റെ ഒരു ഏകീകൃത മുഖമാണ് കോൺഗ്രസ് നേതൃയോഗങ്ങൾ. തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്ന പൊതുവെ തൊഴിലിടങ്ങളിലും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈവൻ സിനിമയിലായാലും അങ്ങനെയുണ്ട്. എനിക്ക് എല്ലാ സ്ഥലത്തും അങ്ങനെയാ തോന്നിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പണ്ട് ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, കോൺഗ്രസിലെ സ്ത്രീകൾ നേർച്ചക്കോഴികൾ എന്ന്. ആ പറഞ്ഞ വാക്ക് ഞാൻ ഇപ്പോഴും അതിൽ തന്നെ ഉറച്ചു വെക്കണം. പേരിന് തോക്കാം, അല്ലെങ്കിൽ ഈ മാരാരിക്കുളത്ത് അച്യുതാനന്ദനെതിരെ സിമീന്, പിന്നെ എന്താ മലമ്പുഴ നമ്മുടെ ലതികേനെയും കൊണ്ടിട്ടുള്ളത് ഇങ്ങനെ. അത് ജയിക്കില്ല എന്ന് അറിഞ്ഞു കൊണ്ടിടണല്ലേ. എന്നാലും അവര് ഫൈറ്റ് ചെയ്യാനുള്ള ധൈര്യം കാണിക്കുന്നില്ലേ? ജയിക്കോ തോക്കോ എന്നുള്ളതല്ല, എവിടെ കൊണ്ട് നിർത്തിയാലും അവർ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ധൈര്യം കാണിക്കുന്നുണ്ട്. അത് എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യാണ്ട് പറ്റില്ലല്ലോ. അതെ, മറ്റൊരു ശ്രീ പത്മജ, മറ്റൊരു കാര്യമായിരുന്നു ഈ ലതിക സുഭാഷിന്റെ കാര്യം. ലതിക സുഭാഷ് പാർട്ടി വിടുന്ന സാഹചര്യം നമുക്കറിയാമല്ലോ. ലതിക സുഭാഷ് പാർട്ടി വിടുന്നു. പെട്ടെന്നാണ് നമ്മൾ ജബി മേത്തർ എന്നൊരു ഇൻട്രൊഡക്ഷൻ വരുന്നത്. ജബി മേത്തർ മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷയാവുന്നു, പിന്നീട് രാജ്യസഭ MP ആകുന്നു. അങ്ങനെ ഒരു വല്ലാത്ത തരത്തിലുള്ള ഒരു ഗ്രോത്ത് നമ്മൾ അവിടെ കണ്ടു ഈ പാർട്ടിയിൽ, സംഘടനയിൽ. ഈ മറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വനിതാ പ്രവർത്തകയ്ക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്ചര്യജനകം അതിൽ. അതെ അല്ല, അപ്പൊ ഇപ്പൊ ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എവിടെ നിന്ന് എവിടേക്ക് എത്തി എന്നുള്ളത് കാര്യങ്ങൾ. ഇതൊക്കെ കാണുന്ന സാധാരണ സ്ത്രീകൾക്ക്, അതായത് സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഇല്ലാത്ത പാവപ്പെട്ട ഈ എന്ത് മീറ്റിങ്ങിന് വിളിച്ചാലും മഴയത്തും ഇതിനൊക്കെ വരുന്ന സ്ത്രീകളുണ്ട്, അറിയോ? അതായത് അവരുടെ ഉള്ളിലത്തെ ആ ഒരു പ്രസ്ഥാനത്തിനോടുള്ള സ്നേഹമാണ് അവരതിലേക്ക് കൊണ്ടുവരുന്നത്. ചിലപ്പോ കയ്യിൽ പൈസ ഉണ്ടാവില്ല. ഞാൻ തന്നെ തൃശ്ശൂരുള്ളപ്പോ പലപ്പോഴും മഹിളാ കോൺഗ്രസ് പ്രവർത്തകർക്ക് തിരിച്ചു പോകാനുള്ള സഹായമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുകൊണ്ടുമല്ല, അവരാ കഷ്ടപ്പെട്ട് വരുന്നതിന്റെ വീട്ടില് എന്താ പറയാ, വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി പോന്ന ചില സമയത്ത് ഭക്ഷണം പോലും അവർക്ക് ഇതാവില്ല. എന്നാലും അവർ ആവേശം കൊണ്ട് വന്ന് നിൽക്കുന്ന അവരുടെ മുമ്പിൽ കൂടെ മുകളിൽ കൂടെ ഇങ്ങനെ പോകുമ്പോ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ പിന്നെ അതേമാതിരി ഉള്ളൊരു എന്താ പറയണ്ട, കുറച്ചു കാലം ഇപ്പൊ പറഞ്ഞ മാതിരി എത്ര ഒരു വോട്ടായിട്ട് കിട്ടിയ ആളൊക്കെയാണ് ഈ ഇതിൽ വരുന്നത്. അതെങ്ങനെ വന്നു എന്നുള്ളത് കോൺഗ്രസ്സുകാർ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു. അതിന്റെ ഇപ്പൊ താങ്കൾ കോൺഗ്രസിൽ ഇല്ലല്ലോ, അപ്പോൾ ഉറപ്പായും പറഞ്ഞുകൂടെ അതിന്റെ റൂട്ട് എന്തായിരിക്കുമെന്ന്? അല്ല, ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഞാൻ പൊളിറ്റിക്സിൽ ഇറങ്ങുമ്പോ അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞൊരു വാക്ക്, വ്യക്തിപരമായിട്ട് ആരെയും വാക്ക് പറയരുത്, അവരെ രാഷ്ട്രീയമായിട്ട് അറ്റാക്ക് ചെയ്തോ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് വരെ, അല്ലെങ്കിൽ ഞാൻ പാർട്ടിയിൽ നിന്ന് പോരുമ്പോ സിമി അനുഭവിച്ചതിനേക്കാളും വിഷമങ്ങള് എന്താ പറയാ, എത്രമാത്രം മറ്റേ എന്റെ പിതാവിന്റെ കൂടെ എന്റെ പിതാവിന് ശിഷ്യന്മാരായിട്ട് നിന്നിട്ട് അവരൊക്കെ എന്നോട് കാണിച്ചിട്ടുള്ള അഹങ്കാരവും അപമാനം അവഗണനയും, ഞാനൊക്കെ എന്റെ സ്വന്തം സഹോദരന്മാരെ പോലെ വിചാരിച്ച ആളുകളാണ് എന്റെ അടുത്ത് ഇത് ചെയ്യുന്നത്. അപ്പൊ എത്രമാത്രം മനസ്സിന്റെ ഉള്ളിൽ ഒരു വേദന തോന്നും നമുക്ക്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് ഏത് കാലഘട്ടം മുതലാണ് ഈ ഒരു പ്രശ്നം നേരിട്ട് തുടങ്ങിയത്? എനിക്ക് തോന്നുന്ന പണ്ട് അത്ര ഇല്ലെങ്കിലും പണ്ട് ഈ പറഞ്ഞ മാതിരി കുറച്ചും കൂടി സ്ത്രീകൾക്ക് ഒരു ബഹുമാനം കൊടുത്തു. ഞാൻ പറഞ്ഞില്ലേ, അത്രയും നല്ല വലിയ മറ്റേ ഈ ഇന്ദിരാഗാന്ധി ഉള്ള സമയത്താണെങ്കിലും രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി വരെ അതില്. പിന്നെ ഇപ്പൊ വരുന്ന ലീഡർഷിപ്പാണ് അത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ഉപദേശം കൊടുക്കുന്ന ആളുകളുണ്ടല്ലോ, അവരല്ലേ ശരിയായി പറഞ്ഞു കൊടുക്കേണ്ടത്. അവര് പറയാത്തിടത്തോളം കാലം നമ്മള് ദേശീയ തലത്തിലെ നേതാക്കളെ കുറ്റം പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ദേശീയ നേതൃത്വത്തിനോ ഹൈക്കമാൻഡ് എന്നൊക്കെ പറയുന്ന ആ ഒരു കമ്മിറ്റിക്കൊക്കെ അറിയാം ഇങ്ങനെ ഒരു സംഭവം കേരളത്തിൽ നടക്കുന്നുണ്ടെന്ന്? എല്ലാവർക്കും അറിയാം. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ സോണിയാജിയുടെ അടുത്തൊക്കെ എപ്പോഴും. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് പലപ്പോഴും സ്ത്രീകൾക്ക് കൊടുക്കണം എന്നൊക്കെ പറയുന്നതും എനിക്കറിയാം. പക്ഷെ ഇവര് കൊടുക്കില്ല. അവിടെ നിന്നെല്ലാം തലകുലുക്കി സമ്മതിച്ച് ഇവിടെ വരുമ്പോ തോക്കണ സീറ്റ് അല്ലെങ്കിൽ തോൽപ്പിക്കാൻ നോക്കുക, ഇങ്ങനത്തെ പണികളാണ്. അതായത് അവർക്ക് സ്ത്രീകളുടെ വോട്ട് മാത്രം മതി, സ്ത്രീകളെ വേണ്ട, പിന്നെ അധികാര സ്ഥാനങ്ങളിൽ വേണ്ട. അത് എന്ന് മാറണോ അന്നേ കോൺഗ്രസ് ഗതി പിടിക്കുള്ളൂ. അല്ല, എനിക്ക് ഗതി പിടിക്കണം എന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല, എന്നാലും ഞാൻ പറഞ്ഞതാ, ഇത്രയും കാലം ആ പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്ന്
ഒരിതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ഈ പോക്ക് പോയാൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടാവില്ല. ശ്രീ പത്മജ വേണുഗോപാൽ, ഒരു കാര്യം, ഇപ്പോൾ താങ്കൾ BJP നേതാവായതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ BJPയുടെ തലത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം, പ്രതിഷേധമൊക്കെ രേഖപ്പെടുത്തണ്ടേ? അല്ല, ബിജെപിയിലുള്ള ഒരു ഗുണം എനിക്ക് തോന്നിയിട്ടില്ല, സ്ത്രീകളോട് കാണിക്കുന്ന ഒരു റെസ്പെക്ട് ഉണ്ട്. അത് ഇപ്പൊ അവരെ തന്നെ സ്റ്റേജിൽ തന്നെ കണ്ടിട്ടില്ലേ, എത്രയോ വനിതകൾ ഉണ്ടാവും അവരുടെ ഇതില്. പിന്നെ ഈ പറഞ്ഞ മാതിരി കൊല്ലം നാരി വർഷമാണ്, അതിൽ കൂടുതൽ സ്ത്രീകളെ അവർ പ്രൊമോട്ട് ചെയ്യാനാണ് നോക്കുന്നത്. അവർക്ക് നല്ല വിവരമുണ്ട്, അവർക്ക് അറിയാം സ്ത്രീകളുടെ വോട്ടാണ്ടാണ് ജയിക്കണേന്ന്. അതുകൊണ്ട് സ്ത്രീകളെ മാക്സിമം അവർ പ്രൊമോട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ അപമാനിക്കില്ല, അതൊരു സമാധാനം. നമ്മൾ വരുമ്പോ നമ്മളെ കളിയാക്കുകയോ ഒന്നും ചെയ്യില്ല. അത് അങ്ങനെ ഒരു കംപ്ലൈന്റ് നമ്മൾ മുകളിലേക്ക് കൊടുത്താൽ മോദിജിയുടെ എത്തിയ വൈകുന്നേരം ആകുമ്പോഴേക്കും ആക്ഷൻ വരും, അറിയോ? ഈ സിമിയുടെ ആരോപണത്തിൽ ആരാണ് പത്മജ ആദ്യം മറുപടി നൽകേണ്ടത്? അല്ല, ഇപ്പൊ ആർക്കെതിരെയാണ് സിമി തുടങ്ങിയത് അവര് മറുപടി പറയട്ടെ. അവര് മറുപടി പറയില്ല, അവരുടെ രീതി എങ്ങനെയാ അറിയോ? അതായത് അങ്ങ് ഇഗ്നോർ ചെയ്തിട്ട് അപമാനിക്കും. ഇനി അടുത്ത എങ്ങനെയാണ്, അവരൊന്നും മറുപടി പറയില്ല, കണ്ടോളൂ. എന്നിട്ട് അപ്പൊ അങ്ങനെ ആയി തണുത്തു പോവല്ലോ. പുതിയ രീതിയാണ് കോൺഗ്രസ് പാർട്ടിയുടെ. ഒന്നിനും ഉത്തരം പറയില്ല, മിണ്ടാതിരിക്കുക, ഇഗ്നോർ ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ, എന്റെ പിതാവിന്റെ ഒരു കെട്ടിടം ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല നേതാക്കളുടെ മുമ്പിൽ ഇരന്നിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. ട്രസ്റ്റ് അവിടെ ഗവൺമെന്റ് തന്ന സ്ഥലത്ത് ഒരു സ്മാരക മന്ദിരം പണിയാൻ ഒരു നേതാവ് എന്നോട് മുഖത്ത് നോക്കി പറയാൻ മടിച്ചിട്ട് എന്റെ കൂടെയുള്ള ആളോട് പറഞ്ഞു ഞാൻ ഇതിൽ സഹകരിക്കില്ല. പിന്നെ വേറെ ആൾക്കാരെ അഞ്ചാൽ അങ്ങനെ സുഖിപ്പിച്ചു വിടും നമ്മളെ, ഒപ്പം ശരിയാക്കി തരാം ഇതൊക്കെ. അങ്ങനെ ഒരാള്, ഞാൻ ഒരു ദിവസം അവസാനം ഇത്രയെങ്കിലും അതിൽ എന്നെ സഹായിക്കാൻ മനസ്സ് കാണിച്ചത് KPC പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇരുന്ന് ഞാൻ കരഞ്ഞു. അദ്ദേഹത്തിനോട് ചോദിക്കൂ ഞാൻ കരഞ്ഞില്ലേ? ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് അല്ലേ? ഇപ്പോഴത്തെ KPCC. അദ്ദേഹം പിന്നെയും മുൻകൈ എടുത്തു. പക്ഷെ അദ്ദേഹത്തിനെ എല്ലാരും കൂടി അപ്പുറത്തപ്പുറത്തിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കില്ല, അദ്ദേഹത്തിനെ പറ്റണില്ല. അദ്ദേഹത്തിന് കുറച്ചും കൂടി ഇതുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ നമ്മളൊക്കെ അതില് നിന്ന് പോയേനെ. കാരണം പക്ഷെ ഇത് അദ്ദേഹത്തിനും വളഞ്ഞിട്ട് ആക്രമിക്കുക, എന്നിട്ട് ശരിക്കും KPCC പ്രസിഡന്റ് അതില് KPCC പ്രസിഡന്റ് നുണ പറയില്ല എന്ന് എനിക്കറിയാം. അദ്ദേഹത്തോട് ചോദിച്ചു നോക്കൂ ഞാൻ മുമ്പിലിരുന്ന് കരഞ്ഞില്ലേന്ന്. അപ്പൊ സ്വന്തം ഇത്രയും പാർട്ടി ഉണ്ടാക്കിയ ഒരു മനുഷ്യന്റെ മകള് അവിടെ ഗവൺമെന്റ് തന്ന സ്ഥലത്ത് ഒരു സ്മാരക മന്ദിരം പണിയാൻ KPCC പ്രസിഡന്റ് മുമ്പിലിരുന്ന് കരയേണ്ട ഗതികേടായി. പിന്നെ ഞാൻ എങ്ങനെ നിൽക്കും ആ പാർട്ടിയില്? കൊറേ സഹിച്ചു, നല്ലോണം സഹിച്ചു, ഞാനൊന്നും പറയാണ്ട്. ഇപ്പോഴും ഞാൻ ആരുടെ പേരും പറയുന്നില്ലല്ലോ. അവരൊക്കെ പറഞ്ഞത് അവരുടെ കാര്യങ്ങളും എനിക്ക് പറയാൻ പറ്റിയാൽ കേരള ചരിത്രം എഴുതേണ്ടി വരും ഞാൻ. പിന്നെ ഞാൻ പലപ്പോഴും വിചാരിച്ച എല്ലാവരും എന്നോട് ചോദിക്കും എന്തിനാ പറഞ്ഞെങ്ങനെ ഇപ്പൊ പറയുന്നത്. ഞാൻ പറഞ്ഞു ഞാനത് പറയാത്തത് ആ പ്രസ്ഥാനം ഇത്രയും കാലം നമുക്ക് ചോറ് തന്നതും നമ്മളെ വളർത്തിയതും നമ്മള് ഇന്ന ഒരു ഇതായതും ആ പ്രസ്ഥാനമാണെന്ന് ഞാൻ ഒരിക്കലും മറക്കില്ല. പക്ഷെ ആ പ്രസ്ഥാനത്തിലെ ആളുകള്, ഇപ്പോഴത്തെ നേതാക്കന്മാര്, അവര് ഇതിനെ കുട്ടിച്ചോറാക്കിയിട്ടേ പോവുള്ളൂ. പത്മജ, ഇപ്പോൾ കഴിഞ്ഞ 2.5 പതിറ്റാണ്ട് എടുത്ത് നോക്കിയാൽ KPCC അധ്യക്ഷൻ സ്ഥാനത്തേക്ക് താങ്കളുടെ സഹോദരൻ ഉൾപ്പെടെ K മുരളീധരൻ ഉൾപ്പെടെ 2001 തോന്നുന്നു K മുരളീധരൻ KPCC അധ്യക്ഷനാണ് അല്ലെ? അതിനുശേഷം PP തങ്കച്ചൻ, തെന്നല ബാലകൃഷ്ണൻ എത്തി, ചെന്നിത്തല വന്നു, സുധീരൻ, ഹസൻ, അങ്ങനെ ഒരു നീണ്ട പട്ടിക തന്നെയുണ്ട്. അപ്പൊ ഇതിൽ ഈ സ്ത്രീകളുടെ പ്രശ്നങ്ങളോട് ഏറ്റവും കൂടുതൽ ആശാവഹമായ രീതിയിൽ പ്രതികരിച്ചിട്ടുള്ളത് ഏത് നേതൃത്വമാണ്? അല്ല, സ്ത്രീകളുടെ പ്രശ്നത്തില് പൊതുവെ KPCC പ്രസിഡന്റ്മാരുടെ ഭാഗത്തുനിന്ന് വലിയൊരു പ്രശ്നമുണ്ട്. പക്ഷെ ഒരു KPCC പ്രസിഡന്റ് വന്നാൽ അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ അവിടെ പറ്റില്ല. ഒരു ഒന്നാമത്തെ കാര്യം, ഇങ്ങനത്തെ നേതാക്കന്മാരുടെ ഒരു വളയം, അതായത് എന്നോട് ചോദിക്കാണ്ടൊന്നും ചെയ്യരുത്, അപ്പൊ വേറൊരാൾ പറയും എന്റെ ആൾക്കാർക്ക് ഇത്ര കൊടുക്കും. KPCC പ്രസിഡന്റ്മാർക്ക് അതിൽ വലിയ റോൾ കളിക്കാൻ ഇപ്പൊ അതിൽ കുറച്ചും കൂടിയും ഇത്തിരി നന്നായിട്ട് പ്രവർത്തിച്ച് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനും സുധാകരനൊക്കെയാണ്. പക്ഷെ അവർക്കൊന്നും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. ഞാൻ എന്ന് വെച്ചിട്ട് ബാക്കിയാരും മോശാന്ന് പറയല്ല കേട്ടോ. പക്ഷെ തിരിച്ചു പറയാനുള്ള ആർജവം കാണിച്ചിട്ടുള്ള 1-2 പേര് എന്റെ ഓർമ്മയിൽ ഇവരാണ്. പക്ഷെ അവരൊക്കെ ഇപ്പൊ പുറത്താക്കാനല്ലേ നോക്കണേ ഇവരൊക്കെ കൂടിയിട്ട്. അതായത് എന്തെങ്കിലും നന്മകൾ അവിടെ ഉണ്ടെങ്കിൽ അതും കൂടി അങ്ങോട്ട് പൊക്കോട്ടെ എന്നാണ്. ഈ സിമിയുടെ വെളിപ്പെടുത്തലിൽ അന്വേഷണം വേണമെന്ന് BJP ഔദ്യോഗികം ആവശ്യപ്പെടുന്നുണ്ടോ?
അല്ല, ഞാൻ അതിലേക്ക്, കാരണം ഞാൻ ആ പാർട്ടിയിലൊന്നുമല്ല, ഞാനിപ്പോ BJP ആണ്. എനിക്ക് അതിൽ ബി ജെ പി ആവശ്യപ്പെടുന്നത് അത് സംസ്ഥാന പ്രസിഡന്റാണ് പറയേണ്ടത്, ഞാനല്ല. ഈ വിഷയം ചർച്ച ചെയ്യുമോ പാർട്ടിയിൽ? അല്ല, തീർച്ചയായിട്ടും വേണ്ടിവരും. കാരണം ഇങ്ങനെ ഇത്രയും എന്താ വേദനയോടുകൂടി ഒരു കോൺഗ്രസ് അതിൽ നിന്നൊരു മഹിളാ നേതാവ്, അവര് നേതാവല്ല, അല്ലെങ്കിൽ അവര് പണിയെടുത്തിട്ടില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരാള് ഹൃദയം പൊട്ടി ഇങ്ങനെ പറയുമ്പോ അതിനെ പരിഹസിക്കല്ല വേണ്ടത്. കാരണം ആ കുട്ടിയുടെ സങ്കടപ്പെട്ട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, സിമി വിഷമിക്കണ്ട, ഈ ഇവിടെ കോൺഗ്രസ് ഉണ്ടാക്കിയ കെ കരുണാകരന്റെ മകളൊന്ന് സഹിക്കാൻ പറ്റാണ്ട് BJP പോയപ്പോ അതില് എല്ലാ പ്രവർത്തകർക്കും സങ്കടമുണ്ട്. പക്ഷെ അതിൽ കുറച്ച് ആളുകളുണ്ട്, ഈ മണിയടിക്കുന്ന ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതായത് ഉപജാപക സംഘം, അവരാണ് ഞങ്ങൾക്ക് എതിരെ സൈബർ അറ്റാക്ക് നടത്തണത്. ഞാൻ കംപ്ലൈന്റ് ഒന്നും കൊടുക്കാൻ പോയില്ല. കാരണം അവര് പറയണത് പറഞ്ഞോട്ടെ, ഞാനതൊന്നും നോക്കാറുമില്ല. അതുകൊണ്ട് ഞാൻ വേദനിക്കുമെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതും ഇല്ല. കാരണം ഇതിലപ്പുറം കേട്ടിട്ടാണ് ഞാൻ കുട്ടിക്കാലത്ത് മുതൽ കെ കരുണാകരന്റെ മകളായതുകൊണ്ട് കേട്ടിട്ടുള്ളത്. അതിൽ കൂടുതലൊന്നും ഇനി ഞാൻ കേൾക്കാനില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ ഫാമിലിയായിട്ട് തമാശ പറഞ്ഞു ചിരിക്കും അതിനെ പറ്റിയിട്ട്. ഇപ്പൊ ഞാൻ പറയാം, ഒരു പോസ്റ്റ് ഇടുമ്പോ ഞാൻ പറയും, ഇപ്പൊ കമന്റ്സ് നോക്കിക്കൊള്ളൂട്ടാ വരാൻ പോണത്, എന്റെ അച്ഛനമ്മയ്ക്ക് തെറി വിളിക്കുന്നു പറയും. അതേമാതിരി സംഭവിക്കും. ഇപ്പൊ കുറഞ്ഞു, എനിക്കൊന്ന് ബോറടിച്ചു തോന്നുന്നുണ്ട് അവർക്ക് എന്നെ ചീത്ത വിളിച്ച്. പവർ ഗ്രൂപ്പ് മാത്രമല്ല, മണിയടി ഗ്രൂപ്പ് ഉണ്ടല്ലേ? മണിയടി ഗ്രൂപ്പ് അതേ ഉള്ളൂ. ഒരു നേതാവ് വന്ന ഉപജാപക സംഘം ചുറ്റും കൂടിയിട്ട് നിങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ നേതാവ്, അയ്യോ നിങ്ങളെ കൊണ്ടേ നടക്കുള്ളൂ, അങ്ങനെ പറയുമ്പോ നമുക്ക് കഴിവില്ലെങ്കിൽ നമ്മളെ പറ്റി ഇങ്ങനെ പൊഴുത്തിക്കൊണ്ടിരുന്നാൽ നമ്മളങ്ങ് പൊങ്ങിപ്പോവും. അതപ്പോ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കണതേ. ഒരുപാട് നന്ദി ശ്രീ പത്മജ വേണുഗോപാൽ, ഇത്രയും നേരം പ്രതികരിച്ചതിന്. വളരെ വിശദമായി അവരും ഉറപ്പിക്കുന്നു, കോൺഗ്രസിൽ താൻ നേരിട്ട അനുഭവങ്ങളിലൂടെ വ്യക്തമാണ്. ഒരുപാട് പേർ സിമി റോസ്ബൽ ജോൺ പറഞ്ഞതുപോലെ സമാനമായിട്ടുള്ള പരാതി, ചൂഷണത്തിന് നിന്ന് പോകേണ്ട സാഹചര്യം ഒക്കെ തന്റെ അടുത്തും അഭിപ്രായം നടത്തിയിരുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. പുരുഷ മേധാവിത്വമാണ്, സ്ത്രീകളെ അമർച്ച ചെയ്യുന്നു, ചർച്ച ചെയ്യാൻ ഒരാൾക്ക് പേരിന് അനുമതി നൽകും കോൺഗ്രസ് നേതൃയോഗങ്ങളിൽ എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു പത്മജ വേണുഗോപാലും. അപ്പോൾ